ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 10th മെയിൻസ് ഒക്കെ നോക്കുന്നവർക്കും ഇത് ഉപയോഗം വരും. അത്ര എന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1955 നിയമിക്കപ്പെട്ട കാർവേ കമ്മിറ്റി ഏത് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത്? സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങൾ, മൂല്യവർദ്ധിത വ്യവസായങ്ങൾ. അപ്പോൾ 1955 നിയമിക്കപ്പെട്ട കാർവേ കമ്മിറ്റി ഏത് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത്? ആൻസർ വരുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. ഓക്കെ, കാർവേ കമ്മിറ്റി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ചെറുകിട വ്യവസായങ്ങൾ. ഇനി എൻ്റെ കുറച്ച് ഫാക്ട്സ് ആണ് നോക്കുന്നത്. 1955 നിയമിക്കപ്പെട്ട ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയായിരുന്നു കാർവേ കമ്മിറ്റി. 1955 നിയമിക്കപ്പെട്ട ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റിയായിരുന്നു കാർവേ കമ്മിറ്റി. ഗ്രാമവികസനത്തിൻ്റെ ചെറുകിട വ്യവസായങ്ങളുടെ പങ്ക് ഈ കമ്മിറ്റി പ്രത്യേകം ഊന്നി പറഞ്ഞു. ഒരു വ്യവസായ യൂണിറ്റിന് അനുവദനീയമായ പരമാവധി നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുകിട വ്യവസായത്തെ നിർവചിച്ചിരിക്കുന്നത്. കാലാനുസൃതമായി ഈ പരിധിയിൽ മാറ്റം വരുന്നു. അപ്പോൾ ഓരോ വ്യവസായം, ചെറുകിട വ്യവസായം, വൻകിട വ്യവസായം, കുടിൽ വ്യവസായം എന്നുള്ളതൊക്കെ അവരുടെ ആ ഒരു നിക്ഷേപത്തിൻ്റെ പരമാവധി പരിധി വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നോക്കിയേ, 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ഇപ്പോൾ ഈ രംഗത്ത് പരമാവധി അനുവദനീയമായ നിക്ഷേപം 1 കോടി രൂപ വരെയാണ്. അപ്പോൾ 1950കളിൽ നോക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയിരുന്ന യൂണിറ്റുകൾ എന്തായിരുന്നു? ചെറുകിട വ്യവസായ യൂണിറ്റുകളായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിലോ 1 കോടി രൂപ വരെയുള്ളതാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ കാലാനുസൃതമായിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് നിക്ഷേപത്തിനനുസരിച്ചിട്ട് ആ ഒരു വ്യവസായത്തിൻ്റെ ആ ഒരു ഘടനയിൽ മാറ്റം വരുവാണ്. ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിൽ മുഖമാണ്. അതായത് വൻകിട വ്യവസായങ്ങളെക്കാൾ കൂടുതൽ തൊഴിലാളികൾ ചെറുകിട വ്യവസായങ്ങളിൽ തൊഴിൽ ചെയ്യുന്നു. എന്നാൽ ചെറുകിട വ്യവസായങ്ങൾക്ക് വൻകിട വ്യവസായങ്ങളുമായി മത്സരിക്കാൻ കഴിയാത്തതിനാൽ ചില വ്യവസായങ്ങളെ ചെറുകിട മേഖലകൾക്കായി മാത്രം സംവരണം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കുറച്ച് ഫാക്ട്സ് ആണ്, എന്തായാലും ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്ഥിരതയോടും സാമൂഹ്യ നീതിയോടും കൂടിയ സാമ്പത്തിക വളർച്ച പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 4ാം പദ്ധതി, 5ാം പദ്ധതി, 6ാം പദ്ധതി, 7ാം പദ്ധതി. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പദ്ധതിയാണെങ്കിൽ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. 2ാമത്തെ പദ്ധതി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഓരോ പദ്ധതിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പട്ടികയിൽ ഓരോ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ഥിരതയോടും സാമൂഹിക നീതിയോടും കൂടിയ സാമ്പത്തിക വളർച്ച പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് 4ാം പദ്ധതിയാണ്. പഠിച്ചു വയ്ക്കുക. സ്ഥിരതയോടും സാമൂഹ്യ നീതിയോടും കൂടിയ സാമ്പത്തിക വളർച്ച പ്രധാന ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. നോക്കിയേ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1969 മുതൽ 1974 വരെയായിരുന്നു. വരുമാനത്തിലും സമ്പത്തിലും കൂടുതൽ സമത്വത്തിന് ആസൂത്രണം നിമിത്തമാകണം എന്ന പ്രധാന ഉദ്ദേശം ഈ പദ്ധതിക്കുണ്ടായിരുന്നു. വരുമാനം, സമ്പത്ത്, സാമ്പത്തിക ശേഷി എന്നിവയുടെ കേന്ദ്രീകരണം പുരോഗമനപരമായ രീതിയിൽ കുറയ്ക്കലും ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ ആസൂത്രണത്തിലൂടെ സമ്പത്തിലും വരുമാനത്തിലും സമത്വം കൊണ്ടുവരിക എന്ന് വെച്ചാൽ സമ്പത്തും വരുമാനവും ഒക്കെ ചില പ്രത്യേക ആളുകളിൽ എന്ത് ചെയ്യുക? കേന്ദ്രീകരിക്കുന്നത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? സമത്വം കൊണ്ടുവരിക. അതായിരുന്നു ഈ ഒരു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ 4ാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 1974 വരെയായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 1951 മുതലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 1951 മുതൽ 56 വരെയായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി. നോക്കിയേ, പട്ടികവർഗക്കാരെ പോലെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക വികസനത്തിൻ്റെ പ്രയോജനം കൂടുതലായി ലഭിക്കണമെന്ന കാഴ്ചപ്പാടും 4ാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ചു. പട്ടികവർഗക്കാരെ പോലെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യണം? സാമ്പത്തിക വികസനത്തിൻ്റെ പ്രയോജനം
കൂടുതലായിട്ട് ലഭിക്കണമെന്ന കാഴ്ചപ്പാടും ഏത് പദ്ധതിക്ക് ഉണ്ടായിരുന്നു? 4ാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ തന്ത്രം പ്രധാനമായും രൂപപ്പെടുത്തിയത് പ്രൊഫസർ DR ഗാഡ്ഗിലാണ്. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനാൽ 4ാം പദ്ധതിയിൽ സ്വീകരിച്ച തന്ത്രം ഗാഡ്ഗിൽ തന്ത്രം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഗാഡ്ഗിൽ തന്ത്രം എന്നറിയപ്പെടുന്നത് ഈ 4ാം പഞ്ചവത്സര പദ്ധതിയിൽ ഗാഡ്ഗിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് ആ ഒരു തന്ത്രം പ്രധാനമായിട്ട് രൂപപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തന്ത്രം എന്താണ്? ഗാഡ്ഗിൽ തന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആസൂത്രണ കമ്മീഷനിലെ അംഗമായ ശേഷം DR ഗാഡ്ഗിൽ പഞ്ചവത്സര പദ്ധതികളിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കേണ്ട ഫണ്ടുകളുടെ ഘടനയെപ്പറ്റി വിശദമായ പഠനം നടത്തി. ആസൂത്രണ കമ്മീഷനിൽ അംഗമായിരുന്ന ശേഷം DR ഗാഡ്ഗിൽ എന്ത് ചെയ്യാണ്? പഞ്ചവത്സര പദ്ധതികൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകളുടെ ഘടനയെപ്പറ്റി വിശദമായ പഠനം നടത്തുകയാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഏതിലൊക്കെയാണ് ഫണ്ടുകൾ അനുവദിക്കേണ്ടത് എന്ന് വിശദമായ പഠനം നടത്തിയത് ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്ന ആരായിരുന്നു? DR ഗാഡ്ഗിലായിരുന്നു. അപ്പം ഈ മേഖലയിലാണ് 1969 ഗാഡ്ഗിൽ പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ജനസംഖ്യ, പ്രതിശീർഷ വരുമാനം, നികുതി പിരിവ്, ജലസേചന പദ്ധതികൾ, പ്രത്യേക വികസന പ്രശ്നങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താവണം കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിശ്ചയിക്കൽ എന്നായിരുന്നു ഗാഡ്ഗിൽ ഫോർമുലയുടെ ഉള്ളടക്കം. അപ്പോൾ ഏതൊക്കെയാണ്? ജനസംഖ്യ, പ്രതിശീർഷ വരുമാനം, നികുതി പിരിവ്, ജലസേചന പദ്ധതികൾ, പ്രത്യേക വികസന പ്രശ്നങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താവണം കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിശ്ചയിക്കൽ എന്നായിരുന്നു ഗാഡ്ഗിൽ ഫോർമുലയുടെ ഉള്ളടക്കം. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സ്ഥിരതയോടും സാമൂഹ്യ നീതിയോടും കൂടിയ സാമ്പത്തിക വളർച്ച. അത് ഏത് പദ്ധതിയായിരുന്നു? 4ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അടുത്തത് 15, 20, 25 വർഷത്തേക്ക് മുൻകൂട്ടി വിശാലമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ആസൂത്രണം ചെയ്യുന്ന ദീർഘകാല പദ്ധതികൾ ഏവ? സ്ഥൂല സാമ്പത്തിക പദ്ധതികൾ, ജനാധിപത്യപരമായ ആസൂത്രണം, ആജ്ഞാപിത പദ്ധതികൾ, സമഗ്ര വീക്ഷണ പദ്ധതികൾ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വയ്ക്കാം. 15, 20, 25 വർഷത്തേക്ക് മുൻകൂട്ടി വിശാലമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ആസൂത്രണം ചെയ്യുന്ന ദീർഘകാല പദ്ധതികൾ ഏവ? ആൻസർ വരുന്നത് സമഗ്ര വീക്ഷണ പദ്ധതികളാണ്. സമഗ്ര വീക്ഷണ പദ്ധതികൾ 15, 20, 25 വർഷത്തേക്ക് മുൻകൂട്ടി വിശാലമായിട്ടുള്ള ലക്ഷ്യങ്ങളെ മുൻനിർത്തി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളെയാണ് സമഗ്ര വീക്ഷണ പദ്ധതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ദീർഘകാലത്തിനുള്ളിൽ നടപ്പിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റ് ആണ് സമഗ്ര വീക്ഷണ പദ്ധതികൾ. ദീർഘകാലത്തിനുള്ളിൽ നടപ്പിൽ വരുത്തേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റ് ആണ് സമഗ്ര വീക്ഷണ പദ്ധതികൾ. അടുത്തത് വിപണിയെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ആസൂത്രണമാണ് പ്രേരണ വഴിയുള്ള ആസൂത്രണം. വിപണിയെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ആസൂത്രണമാണ് പ്രേരണ വഴിയുള്ള ആസൂത്രണം. പ്ലാനിംഗ് ബൈ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഈ സാമ്പത്തിക നയത്തിലൂടെ രാഷ്ട്രം തങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ സ്വകാര്യ മേഖലയെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രേരണയിലൂടെയുള്ള ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് ബൈ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക നയത്തിലൂടെ രാഷ്ട്രം തങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങളെ പ്രാപിക്കാൻ സ്വകാര്യ മേഖലയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നേരിട്ടുള്ള ഉത്തരവുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളാണ് ആജ്ഞാപിത പദ്ധതികൾ. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നേരിട്ടുള്ള ഉത്തരവുകളിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളാണ് ആജ്ഞാപിത പദ്ധതികൾ. പ്ലാനിംഗ് ബൈ ഡയറക്ഷൻ. ഇതിൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്ര അധികാരി ആസൂത്രണം നടത്തുകയും അത് നടപ്പാക്കാനുള്ള ഉത്തരവുകൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലാണെങ്കിൽ മുൻകൂട്ടി എന്ത് ചെയ്യാണ്? ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അധികാരി എന്ത് ചെയ്യാണ്? ആസൂത്രണം നടത്തും, അത് നടപ്പിലാക്കാനുള്ള ഉത്തരവുകൾ നൽകുകയും ചെയ്യുന്നു. അതാണ് പ്ലാനിംഗ് ബൈ ഡയറക്ഷൻ, ആജ്ഞാപിത പദ്ധതികൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 20 ദിന പരിപാടികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖല ഏത്? 20 ദിന പരിപാടികൾ നമുക്കറിയാം, ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചാണ് 20 ദിന പരിപാടികൾ. ഇത് ഊന്നൽ നൽകിയ പ്രധാന മേഖല ഏത്? സാമ്പത്തിക വികസനം, കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം, ദുർബല വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ഇറക്കുമതി കുറയ്ക്കൽ. ഇപ്പോൾ 20 ദിന പരിപാടികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖല ഏതാണ്? ദുർബല വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്. 20 ദിന പരിപാടികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖല ഏതാണ്? ദുർബല വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1976 ജൂലൈയിലാണ് 20 ദിന പരിപാടികൾ ആദ്യമായി പ്രഖ്യാപിച്ചത്. 1976 ജൂലൈയിലാണ് 20 ദിന പരിപാടികൾ
ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ചത്. സാമൂഹ്യ നീതി കൈവരിക്കാനായിരുന്നു ഈ പദ്ധതി ഊന്നൽ നൽകിയത്. അപ്പോൾ സാമൂഹ്യ നീതി കൈവരിക്കുക, അങ്ങനെയല്ലേ ദുർബല വിഭാഗങ്ങൾ എന്ത് ചെയ്യണം, അവരെ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യുക, സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് അവരെ മുൻനിരയിലേക്ക് എത്തിക്കുക. ആ ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് 20 പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി എന്ന് ഓർക്കുക. 1976 ജൂലൈയിലാണ് ഈ 20 പദ്ധതികൾ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ഓർക്കുക. അതുപോലെ സാമൂഹ്യ നീതി കൈവരിക്കാനായിരുന്നു ഈ പദ്ധതി ഊന്നൽ നൽകിയത്. സമൂഹത്തിലെ ദരിദ്രരും ഒരു വിധത്തിലുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവരുമായ വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഒരുക്കലായിരുന്നു 20 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സമൂഹത്തിലെ ദരിദ്രരും ഒരു വിധത്തിലുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവരുമായ വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഒരുക്കുക. ഇതാണ് 20 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 20 പരിപാടിയിലെ ഇനങ്ങൾ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുക, മഴയെ ആശ്രയിച്ചുള്ള കൃഷി, ജലസേചന സൗകര്യം കൂടുതൽ മെച്ചമായി ഉപയോഗിക്കൽ, കൂടുതൽ മെച്ചപ്പെട്ട വിള, ഭൂപരിഷ്കാരങ്ങൾ ഫലത്തിൽ വരുത്തുക, ഗ്രാമത്തിലെ തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പരിപാടി, ശുദ്ധമായ കുടിവെള്ളം, എല്ലാവർക്കും ആരോഗ്യ രക്ഷ, കുഞ്ഞുങ്ങൾക്ക് 2 മതി, വിദ്യാഭ്യാസത്തിൻ്റെ വിപുലനം, SC/ST വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കൽ, സ്ത്രീകൾക്ക് തുല്യത, യുവജനങ്ങൾക്ക് പുതിയ അവസരം, ജനകീയ ഭവന പദ്ധതി, ചേരിയിലെ ജീവിതം മെച്ചപ്പെടുത്തൽ, പുതിയ വനസംരക്ഷണ പദ്ധതി, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമങ്ങളിൽ കൂടുതൽ ഊർജം, ഉപഭോക്താവിൻ്റെ പ്രശ്നങ്ങൾ, ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനം. അപ്പോൾ 20 പരിപാടിയിലെ ഇനങ്ങളാണ് പറയുന്നത്. എന്നോട് പറയാം, ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുക, അതുപോലെ തന്നെ മഴയെ ആശ്രയിച്ചുള്ള കൃഷി, ജലസേചന സൗകര്യം കൂടുതൽ മെച്ചമായി ഉപയോഗിക്കൽ, കൂടുതൽ മെച്ചപ്പെട്ട വിള, ഭൂപരിഷ്കാരങ്ങൾ ഫലത്തിൽ വരുത്തുക, ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പരിപാടി, ശുദ്ധമായ കുടിവെള്ളം, എല്ലാവർക്കും ആരോഗ്യ രക്ഷ, കുഞ്ഞുങ്ങൾ 2 മതി, വിദ്യാഭ്യാസത്തിൻ്റെ വിപുലനം, SC/ST വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കൽ, സ്ത്രീകൾക്ക് തുല്യത, യുവജനങ്ങൾക്ക് പുതിയ അവസരം, ജനകീയ ഭവന പദ്ധതി, ചേരികളിലെ ജീവിതം മെച്ചപ്പെടുത്തൽ, പുതിയ വനസംരക്ഷണ പദ്ധതി, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമങ്ങളിൽ കൂടുതൽ ഊർജം, ഉപഭോക്താവിൻ്റെ പ്രശ്നങ്ങൾ, ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനം. ഇതെല്ലാമായിരുന്നു 20 പരിപാടിയിലെ ഇനങ്ങൾ എന്ന് പറയുന്നത്. 1982 ജനുവരിയിൽ പരിഷ്കരിച്ച 20 പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ഭാഗമായി മാറി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 1987 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന പുതുക്കിയ 20 പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. 1987 ഏപ്രിൽ 1 മുതൽ പുതുക്കിയ 20 പരിപാടി നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ന്യൂനതകൾ ഏവ? ഏകോപിക്കപ്പെട്ട സ്വഭാവത്തിലുള്ളതല്ല. ഭൂപരിഷ്കരണ നയങ്ങൾ വളരെ സാവധാനം നടപ്പാക്കി. നിയമയുദ്ധങ്ങൾ മൂലം വലിയ ചിലവുണ്ടായി. നിയമങ്ങളുടെ നിർവഹണം പരാജയമായി. ഇതിൽ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ന്യൂനതകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഏകോപിപ്പിക്കപ്പെട്ട സ്വഭാവത്തിലുള്ളതല്ല, ന്യൂനതയാണ്. ഭൂപരിഷ്കരണ നയങ്ങൾ വളരെ സാവധാനം നടപ്പിലാക്കി, അത് വേറൊരു ന്യൂനതയാണ്. നിയമയുദ്ധങ്ങൾ മൂലം വലിയ ചിലവുണ്ടായി, അതും ഒരു ന്യൂനതയാണ്. നിയമങ്ങളുടെ നിർവഹണം പരാജയമായി, അതും ന്യൂനതയാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ 1, 2, 3, 4 എന്താണ്? ന്യൂനത തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നോക്കി, ഭൂപരിഷ്കരണത്തിന്റെ 2 പ്രധാന ലക്ഷ്യങ്ങളാണ് കാർഷിക രംഗത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, കാർഷിക മേഖലയിലെ ചൂഷണവും സാമൂഹ്യ അനീതികളും ഇല്ലാതാക്കുക. അപ്പോൾ ഭൂപരിഷ്കരണത്തിന്റെ 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക രംഗത്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ ചൂഷണവും സാമൂഹ്യ അനീതികളും ഇല്ലാണ്ടാക്കുക. കാർഷിക രംഗത്ത് മധ്യവർത്തികളെ ഒഴിവാക്കുക, കർഷകന് ഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകുക, പാട്ടം നിശ്ചയിക്കുക, കൃഷിഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നിവയാണ് ഭൂപരിഷ്കരണത്തിന്റെ പ്രധാന ഉദ്ദേശ്യങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ ഇവ യഥാർത്ഥ രീതിയിൽ നടപ്പാക്കാത്തതിനാൽ ഗുണഫലം തീരെ കുറവാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക രംഗത്ത് മധ്യവർത്തികളെ ഒഴിവാക്കുക, കർഷകന് ഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകുക, പാട്ടം നിശ്ചയിക്കുക, കൃഷിഭൂമിയുടെ പരിധി നിശ്ചയിക്കുക. ഇതൊക്കെയാണ് ഭൂപരിഷ്കരണത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്.
എന്നാൽ ഇന്ത്യയിൽ എന്ത് ചെയ്തില്ല, ഇതൊക്കെ നടപ്പാക്കാത്തതിനാൽ എന്താണ് ഗുണഫലം തീരെ കുറവാണ്. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഖണ്ഡം ഖണ്ഡമായി ഉള്ളവയും ഏകോപിക്കപ്പെടാത്തതുമാണ്. അപ്പോൾ ഒരു ഏകോപനമില്ല ഇതിനൊന്നും. ഈ രംഗത്തെ നയങ്ങൾ മന്ദഗതിയിലുള്ളതും കാലവിളംബം വരുത്തിയവയും ആയതിനാൽ ഭൂവുടമകൾക്കും സ്ഥാപിത താല്പര്യക്കാർക്കും നിയമത്തെ മറികടക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സമയം ലഭിച്ചു. അപ്പോൾ ഈ ഒരു ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കുന്നത് രീതി എന്ത് ചെയ്തു, കാലതാമസം വന്നു. അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്തത്, ഇത് നടപ്പാക്കാൻ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഭൂവുടമകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഒക്കെ എന്ത് ചെയ്തു, ഈ നിയമത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനായിട്ടുള്ള സമയം അവർക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ഭൂപരിഷ്കരണ നിയമങ്ങൾ ഇവിടെ ഏറെക്കുറെ കറക്റ്റായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഈ നയങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചതിനാൽ വളരെ ചിലവ് വരുത്തിവെച്ചു. മോശമായ നിർവഹണമായിരുന്നു ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ഏറ്റവും പ്രധാന പാളിച്ച. അപ്പോൾ ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒരു വിജയമായിരുന്നു? അല്ല, അതൊരു പരാജയമായിരുന്നു, അല്ലേ? കാരണം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റി, ഭൂവുടമകൾക്കൊക്കെ ഇതിനെതിരെയുള്ള തന്ത്രങ്ങൾ മെനയാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഇത് ഒരുപാട് കാലം നയങ്ങൾ ദീർഘകാലം നീണ്ടു നിന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ കോടതികളിലും അങ്ങനെയൊക്കെ പോരാട്ടങ്ങൾക്ക് പോയപ്പോൾ എന്ത് ചെയ്തു, ചിലവ് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ അതൊരു പരാജയം തന്നെ ആയിരുന്നു. അടുത്തത്, തുടർച്ചയായ 3 വർഷങ്ങളിൽ അറ്റ വാർഷിക ലാഭം 5000 കോടി രൂപയിലേറെ നേടുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദവി ഏത്? എന്നോട് പറയാം, തുടർച്ചയായ 3 വർഷങ്ങളിൽ അറ്റ വാർഷിക ലാഭം 5000 കോടിയിലേറെ നേടുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദവി ഏത്? മഹാരത്ന പദവി, നവരത്ന പദവി, മിനിരത്ന 1, മിനിരത്ന 2. ഇതിൽ 3 വർഷങ്ങളിൽ, തുടർച്ചയായിട്ട് 3 വർഷങ്ങളിൽ അറ്റ വാർഷിക ലാഭം എത്രയായിരിക്കണം? 5000 കോടിയിൽ മുകളിലായിരിക്കണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവിയാണ് മഹാരത്ന പദവി. ലാഭത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നതാണ് മഹാരത്ന, നവരത്ന പദവികൾ. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മഹാരത്ന, നവരത്ന പദവികളൊക്കെ അനുവദിക്കുന്നത്. മഹാരത്ന പദവി ലഭിക്കാൻ ഒരു സ്ഥാപനം നവരത്ന പദവി ലഭിച്ചിട്ടുള്ളതായിരിക്കണം. അവസാന 3 വർഷങ്ങളിൽ 25,000 കോടി രൂപയിലേറെ ടേൺ ഓവറും ഉണ്ടായിരിക്കണം. നേരത്തെ നമ്മൾ 50,000 പറഞ്ഞു, ഇതിപ്പോൾ 25,000 രൂപയിൽ കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനികൾക്കാണ് മഹാരത്ന കിട്ടുന്നത്. അപ്പം നവരത്ന കിട്ടിയ കമ്പനികൾക്കായിരിക്കും എന്ത് കിട്ടുന്നത്, നവരത്ന എന്ന് പറയുന്നത് കിട്ടുന്നത് 25,000 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവറുള്ള കമ്പനികളായിരിക്കും. മഹാരത്ന പദവി കിട്ടിയ സ്ഥാപനങ്ങൾക്ക് ഓൾറെഡി നവരത്ന പദവി ഉണ്ടായിരിക്കണം. അറ്റ വാർഷിക ലാഭം, അറ്റ മൂല്യം, ആകെ ഉൽപാദന ചിലവ് തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ 100-ൽ 60 സ്കോർ നേടുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്നതാണ് നവരത്ന പദവി. അറ്റ വാർഷിക ലാഭം, അറ്റ മൂല്യം, ആകെ ഉൽപാദന ചിലവ് തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ 100-ൽ 60 സ്കോർ നേടുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്നതാണ് നവരത്ന പദവി. അവസാനത്തെ 3 വർഷങ്ങളിൽ തുടർച്ചയായി 30 കോടി രൂപയോ അതിലധികമോ അറ്റലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതാണ് മിനിരത്ന കാറ്റഗറി 1. ഇപ്പം മിനിരത്ന പദവി കിട്ടുന്നത് അവസാനത്തെ 3 വർഷങ്ങളിൽ തുടർച്ചയായി 30 കോടി രൂപയോ അതിനു മുകളിലോ ലാഭം ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് മിനിരത്ന കാറ്റഗറി 1 എന്ന് പറയുന്ന പദവി കിട്ടുന്നത്. അവസാനത്തെ 3 വർഷങ്ങളിൽ തുടർച്ചയായി ലാഭത്തിലെത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതാണ് മിനിരത്ന കാറ്റഗറി 2. അപ്പോൾ അവസാനത്തെ 3 വർഷങ്ങളിൽ തുടർച്ചയായി ലാഭത്തിലെത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതാണ് മിനിരത്ന കാറ്റഗറി 2. ഇന്ത്യയിലെ മഹാരത്ന കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ് ONGC, NTPC, സെയിൽ കോൾ ഇന്ത്യ ലിമിറ്റഡ്, HPCL എന്നിവ. ഇപ്പോൾ ഇന്ത്യയിലെ മഹാരത്ന കമ്പനികൾ, നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ കമ്പനികളാണ് ONGC, NTPC, അതുപോലെ തന്നെ സെയിൽ, കോൾ ഇന്ത്യ ലിമിറ്റഡ്, HPCL എന്നിവ. അപ്പോൾ ഇതാണ് മഹാരത്ന, മിനിരത്ന ഒക്കെയുള്ള പദവികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് പഠിച്ചത്. അപ്പോൾ ഇത് അത്യാവശ്യം ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ നോക്കുന്നവർക്ക് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആവശ്യം വരത്തില്ല. അപ്പോൾ ഡിഗ്രി ലെവലിലേക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണിത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്